അടുത്ത വാർത്തയിലേക്ക് പോയാൽ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ DNA പരിശോധനയ്ക്കായി ശരീരഭാഗങ്ങളുടെയും കാണാതായ 4 പേരുടെയും ബന്ധുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു. തിരുവനന്തപുരത്തുള്ള ലാബിലാണ് DNA പരിശോധന നടത്തുക. 3-4 ദിവസത്തിനുള്ളിൽ ഫലം ലഭിക്കും. അതേസമയം സ്ഫോടനത്തിന് കാരണം ചൂടല്ല എന്ന പെസോ നിഗമനത്തിന് പിന്നാലെ കൂടുതൽ പരിശോധനയും അന്വേഷണവും തുടരുകയാണ്. നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചു എന്നടക്കം പരിശോധിക്കും. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ മരണപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, തിരിച്ചറിയേണ്ടതുണ്ട്. ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറണം, സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കണം. അതിനുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ ഈ വലിയൊരു ദുരന്തം ഉണ്ടായി? ഇത്രയധികം പേരുടെ മരണത്തിന് കാരണമായ ദുരന്തമാണ്. കാരണം കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. പെസോ പറയുന്നത് ഇത്തരത്തിൽ ചൂട് അല്ലെങ്കിൽ വെയിലൊന്നും കാരണമാകാനുള്ള സാധ്യത കുറവാണെന്നാണ്. അപ്പോൾ പിന്നെ മറ്റെന്താണ് കാരണം? അതിനുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും? അഷിഹാക്ക് പ്രധാനമായി പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എന്താണ് അപകട കാരണം എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇന്നും വിദഗ്ധമായി തന്നെ നടത്തും എന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ കാര്യമാണ്. ഏകദേശം 12ഓളം പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 4 പേര് ICUവിലാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്നലെ ഒരാൾ കൂടി മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് 10 മരണത്തിലേക്ക് ആ സംഖ്യ എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ പൂരവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഇന്ന് നടക്കുന്ന യോഗത്തിൽ 10 മണിയോടുകൂടി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. അതിനുശേഷമായിരിക്കും ഇരു വിഭാഗവും സംയുക്തമായി ചേർന്നുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളത്. പാറമേക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും കഴിഞ്ഞ ദിവസം തന്നെ അവരറിയിച്ചതാണ് തങ്ങളുടെ തീരുമാനമെന്തെന്ന്. അത് സർക്കാരിനെ ഇന്ന് അറിയിക്കും. സർക്കാരിൻ്റെ നിലപാട് കൂടി മാനിച്ചുകൊണ്ടായിരിക്കും പൂരത്തിൻ്റെ കാര്യത്തിൽ അതൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുക. എന്തായാലും നിലവിൽ ഇന്നലെ 32 ശരീരഭാഗങ്ങളെ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റേതുൾപ്പെടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 4 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ 4 പേരുടെ ബന്ധുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് അങ്ങനെ എല്ലാ സാമ്പിളുകളുമായി ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന സംഘം തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ലാബിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ഫലം ലഭിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. 10ഓളം ദിവസം പിടിക്കും DNA ഫലം ഉൾപ്പെടെ വരാനെങ്കിലും 4-3 ദിവസത്തിനകം അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിന് ഫലം എത്തിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 ദിവസത്തിന് ശേഷം നമുക്ക് ആ കാണാതായവർ ഈ മരിച്ചവരിലുണ്ടോ എന്നുള്ള കാര്യം, അവരുടെ ശരീരഭാഗങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കണ്ടെത്താൻ വേണ്ടി കഴിയും. എന്തായാലും നിലവിലെ സാഹചര്യമനുസരിച്ച് ചികിത്സയിൽ തുടരുന്നവർക്ക് 6 മാസത്തേക്കുള്ള വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ആരോഗ്യവകുപ്പും പറഞ്ഞിട്ടുണ്ട്. ഈ സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും അപകടത്തിന്റെ കാരണമാണ് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിനൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് നടന്ന പുറ്റിങ്ങൽ അപകടത്തിൽ ഇത്തരത്തിലൊരു കമ്മീഷൻ ഉണ്ടാകും, റിപ്പോർട്ട് വരികയും എന്നാൽ ആ റിപ്പോർട്ട് അലമാരിൽ വെച്ച് വെറുതെ പൂട്ടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ അതല്ല, കാരണം കണ്ടുപിടിക്കുക, റിപ്പോർട്ട് വരിക. ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്.